Hello. Welcome to Rough Notes. ഓക്കെ, സോ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ടേമിനെ കുറിച്ചാണ്. അതായത് കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞു എന്താണ് നമ്മൾ ഫുഡ് പിരമിഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തെന്ന് പറഞ്ഞു. ആൻഡ് ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എന്തിനെ കുറിച്ചാണ്? നമ്മൾ BMR ആൻഡ് BMI കുറിച്ചാണ്. ഈ കുട്ടി നിൽക്കുന്ന പോലെ ഞാനും നിന്നിട്ടുണ്ട്. ചിലപ്പോൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ പഠിച്ചു പോകുമ്പോൾ ഏറ്റവും പുറകിലേക്ക് വരുന്ന ചില ടേംസ് തമ്മിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. അതും ഇതുപോലെ സിമിലർ ആയിട്ടുള്ള അതായത് ചെറിയ ചെറിയ ഡിഫറൻസ് ഉള്ള ടേംസ് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കൺഫ്യൂഷൻ വരും. ഓക്കെ, സോ അങ്ങനെ ഞാൻ കൺഫ്യൂഷൻ അടിച്ച് നിന്നൊരു സംഭവമാണ് ഈ BMRഉം BMIയും. ഓക്കെ, ആൻഡ് ഇവർക്ക് രണ്ടുപേർക്കും അവർക്ക് ഡിഫറെന്റ് പർപ്പസുമാണ്, ഡിഫറെന്റ് മീനിങ്ങുമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മുന്നോട്ട് പോയാലോ? സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? BMI. ഓക്കെ, BMI എന്താണ്? BMI വിച്ച് മീൻസ് ബോഡി മാസ് ഇൻഡെക്സ്. ഓക്കെ, നമ്മളിപ്പോ വളരെയധികം ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഡയറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്, ജിമ്മിൽ പോകുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ബോഡി പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ കൂടുതലായിട്ട് ഹെൽത്ത് കോൺഷ്യസ് ആവുമ്പം നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കഴിഞ്ഞ തവണ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫുഡ് പിരമിഡും ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന BMI ആൻഡ് BMR എന്ന് പറയുന്നതും. ഓക്കെ, സോ BMI എന്ന് വെച്ചാൽ എന്താണ്? BMI എന്ന് വെച്ചാൽ ബോഡി മാസ് ഇൻഡെക്സ് ആണ്. അതായത് നമ്മുടെ ഫാറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ബോഡിയുടെ മെഷർമെന്റ്, അതായത് നമ്മുടെ ഫാറ്റിനെ വെച്ചിട്ട് നമ്മുടെ ബോഡിയുടെ ഹൈറ്റും വെയിറ്റും വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാം. അതുവഴി നമ്മൾ നമ്മുടെ ബോഡി എങ്ങനെയാണെന്ന് കാറ്റഗറൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് എൻ്റെ ഹൈറ്റും എൻ്റെ വെയിറ്റും വെച്ചിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ വഴി നമ്മുടെ BMI കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ BMI എന്ന് പറയുന്നത് ഒരു ഇത്ര എമൗണ്ടിൽ കൂടുതലാണെങ്കിൽ എനിക്ക് അമിതവണ്ണമാണ്, അല്ലെങ്കിൽ ഒരു ഇത്ര എമൗണ്ടിൽ കുറവാണെങ്കിൽ ഞാൻ അണ്ടർ വെയിറ്റ് ആണ്. അങ്ങനെ നമ്മളെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ BMI യൂസ് ചെയ്യുന്നത്. സിംപ്ലി നമ്മളിപ്പോ ഒരാളെ കാണുമ്പോൾ നമ്മൾ പറയും ആ ആൾക്ക് ഇച്ചിരി വണ്ണ കൂടുതലാ, അല്ലെങ്കിൽ ആ ആൾ കുറച്ചധികം ക്ഷീണിച്ച. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ബോഡി ഷേമിംഗ് ആണ്. പക്ഷെ മനസ്സിലാണെങ്കിൽ നമ്മൾ ചിന്തിക്കും ആൾക്ക് ഇച്ചിരി വണ്ണം കൂടുതലല്ലേ, അല്ലെങ്കിൽ ആൾ ഇച്ചിരി കുറച്ച് കൂടുതൽ ക്ഷീണിച്ചല്ലേ ഇരിക്കുന്നത്, വണ്ണമൊന്നും ഇല്ലല്ലോ എന്ന്. പക്ഷെ അവരുടെ ബോഡി അങ്ങനെ ഇരുന്നാൽ പോലും ചിലപ്പോൾ അവരുടെ BMI എന്ന് പറയുന്നത് പ്രോപ്പർ ആയിരിക്കും. അതായത് അവരുടെ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിരിക്കും. ഓക്കെ, ഈ BMI എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് സ്റ്റാറ്റസിനെയാണ് നമ്മൾ BMI എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റ് ഇൻഡിക്കേറ്ററും. ഓക്കെ, അതായത് നമ്മൾ BMI എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ഫാറ്റ്, അമിതമായ വണ്ണത്തിന്റെ ഇതിലെ അല്ല നമ്മൾ പറയുന്നത്. നമ്മുടെ ബോഡി അണ്ടർ വെയിറ്റ് ആണോ, നോർമൽ ആണോ, ഓവർ വെയിറ്റ് ആണോ, ഒബീസ് ആണോ? അങ്ങനെ ഒബീസ് എന്ന് വെച്ചാൽ അമിതവണ്ണം. അങ്ങനെ നമ്മുടെ വെയിറ്റിനെ കാറ്റഗറൈസ് ചെയ്യാൻ അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ BMI യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ചില അത്ലറ്റ്സിന്റെ അല്ലെങ്കിൽ നല്ല മസിലൊക്കെ ഉള്ള ആൾക്കാരുടെ കേസ് നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും അവർക്ക് വണ്ണ കൂടുതലാണെന്ന്, അല്ലെങ്കിൽ അവർ ഭയങ്കര ഇതായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ. പക്ഷെ അതങ്ങനെയല്ല. അത് അവരുടെ ബോഡി പ്രതി അവരുടെ ക്യാരക്ടർ അങ്ങനെയാണ്. ഓക്കെ, അതിനർത്ഥം അവർക്ക് വണ്ണ കൂടുതലെന്നല്ല, അവരുടെ BMI എന്തായിരിക്കും? പ്രോപ്പർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ BMI എന്ന് വെച്ചാൽ BMI എന്ന് പറയുന്നത് ബോഡി മാസ് ഇൻഡെക്സ് ആണ്. ഇത് വെച്ചിട്ടാണ് ഒരാള് അണ്ടർ വെയിറ്റ് ആണോ, നോർമൽ ആണോ, ഓവർ വെയിറ്റ് ആണോ, ഒബീസ് ആണോ? ഒബീസ് എന്ന് വെച്ചാൽ അമിതവണ്ണം ആണോ എന്ന് കൺസിഡർ ചെയ്യുന്നത്. ഇതിനെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്ന വെച്ചാൽ BMI എന്ന് പറയുന്നത് വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റിന്റെ സ്ക്വയർ. ഓക്കെ, രണ്ടും ഇൻ വെയിറ്റ് ഇൻ കിലോഗ്രാം ആൻഡ് ഹൈറ്റ് ഇൻ മീറ്ററിന്റെ സ്ക്വയർ. അതിനെയാണ് നമ്മൾ BMI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മുടെ ഒരാളുടെ, ഇപ്പം എന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ BMI കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ഒരു 50 കിലോ ഉണ്ടെങ്കിൽ 50 ഡിവൈഡഡ് ബൈ എന്റെ ഹൈറ്റ് എന്ന് പറയുന്ന 154 ആണെങ്കിൽ 154ന്റെ സ്ക്വയർ. ഓക്കെ, അത് വെച്ചിട്ട് എനിക്ക് എത്രയാണോ എന്റെ BMI കിട്ടുന്നത്, ആ BMIയുടെ റേറ്റ് വെച്ചിട്ട് ഞാൻ അണ്ടർ വെയിറ്റ് ആണോ, നോർമൽ ആണോ, ഓവർ വെയിറ്റ് ആണോ, ഒബീസ് ആണോ എന്ന് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തതാണ് BMR. BMR എന്ന് വെച്ചാൽ ബേസൽ മെറ്റബോളിക് റേറ്റ്. ഓക്കെ, ആൻഡ് BMRന്റെ കേസ് നമ്മൾ പറയുന്നത് നമ്മുടെ ബേസിക് ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രമാത്രം എനർജി വേണം. ഓക്കെ, ഈ ബേസിക് ഫങ്ഷൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ശ്വാസം എടുക്കുന്നത്, നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്, നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് ഫങ്ഷൻസ്.
അപ്പൊ ഈ ബേസിക് ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിക്ക് എത്രമാത്രം എനർജി വേണം അതിനെയാണ് നമ്മൾ എന്ത് BMR അല്ലെങ്കിൽ ബേസൽ മെറ്റബോളിക് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ എന്താ പറയാ എനർജി നീഡഡ് അറ്റ് കംപ്ലീറ്റ് റെസ്റ്റ്. നമ്മുടെ ബോഡി കംപ്ലീറ്റ് റെസ്റ്റിലായിട്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? നമ്മൾ ശ്വാസം എടുക്കും. ഈവൻ ഇഫ് നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ എന്താ, നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ട്, നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ എന്ത്, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള എനർജിയാണ് നമ്മൾ എന്ത് BMR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഏജ്, ജെൻഡർ, മസിൽ മാസ്, ജനറ്റിക്സ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരുപാട് കുഞ്ഞായിരിക്കുന്ന ഒരാൾക്ക് വേണ്ട അത്ര എനർജി അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എനർജി വേണം എന്ത് പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട്. അത്ര വേണ്ടി വരില്ല ചിലപ്പോൾ കുറച്ച് എന്ത് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്. സോ ബേസ്ഡ് അപ്പോൺ നമ്മുടെ ഏജ്, ബേസ്ഡ് അപ്പോൺ നമ്മുടെ ജെൻഡർ, നമ്മുടെ മസിൽ മാസ്, നമ്മുടെ ജനറ്റിക്സ്, ഇതിനനുസരിച്ച് എന്താണ് ഈ BMR ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇത്ര ഫാക്ടേഴ്സിനെ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, BMR ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സാമ്പിൾ എന്ന് പറഞ്ഞ ഇപ്പൊ എനിക്ക് ഒരു ദിവസം 1400 കിലോ കാലറി ഓഫ് എനർജി വേണം. എന്തിന്? സർവൈവ് ചെയ്യാൻ. സർവൈവ് എന്ന് വെച്ചാൽ എന്റെ ബോഡിയിലുള്ള മറ്റ് ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ അതിനെയാണ് എന്താ നമ്മൾ BMR അല്ലെങ്കിൽ ബേസൽ മെറ്റബോളിക് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് രണ്ട് ടേംസ് നമ്മൾ കോമൺ ആയിട്ട് ഇപ്പൊ ഒരു ജിമ്മിലൊക്കെ പോവാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളൊരു ഡയറ്റീഷ്യന്റെ ഒക്കെ അടുത്ത് പോവാണെങ്കിലോ അവർ നമ്മുടെ അടുത്ത് ചോദിക്കും നിങ്ങളുടെ BMI ചെക്ക് ചെയ്തായിരുന്നു എന്ന് ചോദിക്കും. സോ വാട്ട് യു മീൻ ബൈ BMI? എന്താണ് BMI? BMI എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ വെയിറ്റിന്റെയും ഹൈറ്റിന്റെയും റേഷ്യോ അല്ലെങ്കിൽ അതിന്റെ വെയിറ്റ് ബൈ ഹൈറ്റ് സ്ക്വയറിനെയാണ് എന്ത് നമ്മൾ BMI എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ബോഡിയുടെ ഫാറ്റ്, അതായത് നമ്മുടെ ഹൈറ്റിനെയും വെയിറ്റിനെയും ബേസ് ചെയ്തിട്ട് നമ്മുടെ ബോഡിയുടെ ഫാറ്റിനെ മെഷർ ചെയ്യുന്നതാണ് എന്ത് BMI എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ബേസൽ മെറ്റബോളിക് റേറ്റ്, സോറി എന്താ ബോഡി മാസ് ഇൻഡെക്സ്. ആൻഡ് രണ്ടാമത്തെ എന്താണ് ബേസൽ മെറ്റബോളിക് റേറ്റ്. അതെന്താണ് നമ്മുടെ ബോഡിയിലുള്ള നമ്മുടെ മെറ്റബോളിസം അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള നോർമൽ ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി നമുക്ക് എത്രമാത്രം എനർജി വേണം അതിനെയാണ് എന്ത് BMR അല്ലെങ്കിൽ ബേസൽ മെറ്റബോളിക് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഫിഗറിനകത്തൂടെ പറയുമ്പോൾ ഇപ്പൊ കുറച്ച് നോട്ട്സ് മാത്രം എഴുതി കാണിച്ചിട്ട് പറയുമ്പോൾ എന്താ നമുക്കത് അത്ര എന്താ പെട്ടെന്ന് അട്രാക്റ്റീവ് ആവില്ല, നമുക്ക് പഠിക്കാൻ തോന്നില്ല. അപ്പൊ കുറച്ച് ഫിഗർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ ചിലപ്പോൾ എഴുതി തന്നത് നമ്മൾ പഠിച്ചില്ലെങ്കിലും ഈ ഫിഗറിനകത്ത് ഈ സംഭവങ്ങളൊക്കെ എന്താണ് നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് കയറി ക്യാച്ച് ചെയ്യും. ഓക്കെ, സോ ഇതാണ് എന്ത് വാട്ട് യു മീൻ ബൈ BMR. BMR എന്ന് പറഞ്ഞ വളരെ സിമ്പിൾ ആൻഡ് ക്ലിയർ ആയിട്ട് പറയാം. BMR എന്താണ്? ഈസ് ദ എനർജി യുവർ ബോഡി നീഡ്സ് എറ്റ് കംപ്ലീറ്റ് റെസ്റ്റ്. നമ്മുടെ ബോഡി കംപ്ലീറ്റ് റെസ്റ്റിൽ ഇരിക്കുമ്പം നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള എനർജിയാണ് എന്ത് നമ്മൾ BMR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ദ എനർജി യൂസ്ഡ് ഫോർ ബ്രീത്തിങ്, ഹാർട്ട് ബീറ്റ് ആൻഡ് ബ്രെയിൻ ഫംഗ്ഷൻ. നമ്മുടെ ബോഡി റെസ്റ്റിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ നടക്കും? നമ്മൾ ശ്വാസം എടുക്കും, നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യും, നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻ ചെയ്യും. സോ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള എനർജിയാണ് എന്ത് നമ്മൾ BMR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ കാലറീസ് നീഡഡ് ടു ജസ്റ്റ് ടു സർവൈവ്. നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി. ഓക്കെ, ഈ BMR എന്ന് പറയുന്നത് എന്താണ്? ഈവൻ വിത്തൗട്ട് ആക്ടിവിറ്റി യുവർ ബോഡി ബേൺസ് കാലറീസ്, വിച്ച് മീൻസ് നമ്മൾ പറയുന്നത് എന്താ, നമ്മൾ എന്തെങ്കിലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ബോഡിയിൽ നിന്ന് എനർജി ഇതാവുന്നുള്ളൂ, കാലറി ബേൺ ആവുന്നുള്ളൂ എന്നാണ് സിംപ്ലി നമ്മൾ പറയണേ. അല്ല, നമ്മുടെ ബോഡിയിൽ ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് നടക്കാനും എന്താണ് നമ്മുടെ എനർജി ബേൺ ആവും. അതാണ് എന്ത് BMR എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് പിന്നെ പറയുന്നത് എന്താണ് BMI. BMI എന്ന് വെച്ചാൽ എന്താണ്? ബോഡി മാസ് ഇൻഡെക്സ്. അതായത് ഈസ് എ നമ്പർ കാൽക്കുലേറ്റഡ് യൂസിങ് എ പേഴ്സൺസ് ഹൈറ്റ് ആൻഡ് വെയിറ്റ്. ഒരാളുടെ ഹൈറ്റിനെയും വെയിറ്റിനെയും ബേസ് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്പറിനെയാണ് എന്ത് പറയുന്നത് BMI എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു ക്ലാസിഫൈ പീപ്പിൾ ആസ് അണ്ടർ വെയിറ്റ്, നോർമൽ വെയിറ്റ്, ഓവർ വെയിറ്റ് ഓർ ഒബീസ്. നമ്മുടെ ഈ BMI വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ആൾക്കാർ അണ്ടർ വെയിറ്റ് ആണോ, നോർമൽ വെയിറ്റ് ആണോ, ഓവർ വെയിറ്റ് ആണോ, അതോ ഒബീസ് ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, BMI tells if you are underweight, normal or overweight. ഇത് വെച്ചിട്ട് നമുക്ക് അത്രേ ചെയ്യാൻ പറ്റൂ. നമ്മുടെ ബോഡി എന്താണ് അണ്ടർ വെയിറ്റ് ആണോ, നോർമൽ ആണോ, ഓവർ വെയിറ്റ് ആണോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇപ്പൊ നമ്മൾ അണ്ടർ വെയിറ്റ് ആണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഡയറ്റ് എന്താണ്, അതിനനുസരിച്ച് ഡയറ്റ് പ്ലാൻ ചെയ്യാം. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഫുഡ് പിരമിഡ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ എത്രമാത്രം എന്തൊക്കെ സാധനങ്ങൾ കൂടുതൽ കഴിക്കണം, എന്തൊക്കെ സാധനങ്ങൾ കുറവ് കഴിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ മോഡറേറ്റ് കഴിക്കണം നമ്മുടെ എന്താ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ BMI പ്രോപ്പർ ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പിരമിഡിൽ നിന്ന് നമുക്ക് പ്രോപ്പർ ആയിട്ട് എന്താണ് നമ്മുടെ ഡയറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് BMI ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ BMI എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ് കാറ്റഗറി ആണ്. ഇഫ്
നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന BMI എന്ന് പറയുന്നത് 18.5 കുറവാണെങ്കിൽ ആൾ എന്താണ്, അണ്ടർ വെയിറ്റ് ആണ്. ഓക്കെ, ഇനി 18.5 to 24.9 ആണെങ്കിൽ ആൾ എന്താണ്, നോർമൽ ആണ്, ഒരു അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ആളാണ്. ഓക്കെ, ഇനി 25 to 29.9 ആണെങ്കിൽ എന്താ, ഓവർ വെയിറ്റ്, അമിതവണ്ണമായിട്ടുള്ള ആളാണ്. ആൻഡ് ലാസ്റ്റ് വൺ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30 ആണ് നമ്മുടെ BMI വാല്യൂ എങ്കിൽ ആൾ എന്താണ്, ഒബീസ് ആണ്. ഒബീസ് വിച്ച് മീൻസ് എന്താണ്, അമിതവണ്ണം, നമ്മൾ പൊണ്ണത്തടി എന്നൊക്കെ പറയില്ലേ, അത് അവരുടെ ആ ഒരു കണ്ടീഷൻ ആണ്. ഇപ്പൊ നമ്മൾ BMI പ്രോപ്പർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താ, അവർക്ക് നല്ലൊരു ഡയറ്റ് പ്ലാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് അവരെ വീണ്ടും തിരികെ ഒരു ഹെൽത്തി ആളായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് എന്താ, BMIയും BMRും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, സോ താങ്ക് യു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഇതല്ലാതെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതും കമന്റിൽ പറയാം. നമുക്ക് അതിനെക്കുറിച്ചും ക്ലാസ് എടുത്ത് മുന്നോട്ട് പോകാം. ഓക്കെ, സോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.